പട്ടികയിലെ തീവ്ര പരിഷ്കരണം രാജ്യവ്യാപകമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം. ബീഹാറിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ അടുത്ത മാസം SIR നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. സജു തോമസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സജു, അടുത്ത മാസം തന്നെ രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപേ തന്നെ പറഞ്ഞിരുന്നതാണ്. ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശം. അജയ്, രാജ്യവ്യാപകമായ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കുമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇത് വളരെ വേഗത്തിലുള്ള ഒരു നടപടിയായിട്ട് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്ന ഒരു യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സംസ്ഥാനങ്ങളിലെ വോട്ടറപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഡൽഹി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് നടന്നു. ഈ യോഗത്തിലാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ മാസം 30 തന്നെ കൃത്യമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എത്ര വോട്ടർമാർ എന്നതടക്കമുള്ള ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത മാസം ആദ്യത്തോടു കൂടിയാണ് കൃത്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനങ്ങളിലെയും വോട്ടർമാർക്കുള്ള അപേക്ഷ ഫോം നൽകേണ്ടത്. നവംബർ മാസത്തോടു കൂടി അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് തിരികെ വാങ്ങിയ ശേഷം അടുത്ത വർഷം ജനുവരി മാസം ആദ്യത്തോടു കൂടി വോട്ടർ പട്ടികയിലെ ആ ഒരു പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് അതിന്റെ പകർപ്പ് എന്തായാലും പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള യോഗമാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ നടന്നത്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ യോഗത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ മാത്രമാണ് ആദ്യ മണിക്കൂറുകൾ ലഭ്യമായത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയടക്കം ഹർജികൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വേഗത്തിലുള്ള അല്ലെങ്കിൽ തിരക്കിട്ട ഒരു നീക്കമാണ് ഇപ്പോൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കമ്മീഷൻ ആദ്യം പറഞ്ഞത് ബീഹാറിന് പിന്നാലെ ഇനിയിപ്പോൾ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാൾ, അതുപോലെ തമിഴ്നാട്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും SIR നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും അടുത്ത വർഷം ആദ്യത്തോടുകൂടി SIR നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യപടി എന്നോണമാണ് ഈ മാസം 30 കൂടി ഒരു പ്രാഥമിക റിപ്പോർട്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നൽകാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അജി.